ക്രയോൺ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ ചെടിച്ചട്ടിയാണ്. ഈ ചെടിച്ചട്ടിയെ നമുക്ക് കുറച്ച് നാച്ചുറൽ പരമായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു തെങ്ങിൻ തൈയാണ് കേട്ടോ. ഈ തെങ്ങിൻ തൈ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ തേങ്ങ നമ്മുടെ പറമ്പിൽ കിളിർത്ത് കിടന്നതാണ്. അപ്പോൾ ഞാൻ അതിനെ പൊതിച്ച് ഈ ചിരട്ട ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ വേര് ഈ ചെടിച്ചട്ടിയിൽ കിളിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ബോൺസായി പോലെ രൂപത്തിൽ ഞാൻ ഇത് വളർത്തിയെടുത്തേക്കുവാണ്. വളരത്തില്ല മാത്രമല്ല ഒരു ബോൺസായി പരുവത്തിന് നമുക്ക് കിട്ടും ഇത്. അപ്പം അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ വൃത്തിയാക്കി നിർത്തിയേക്കുവാണ്. നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓൾറെഡി മണ്ണുണ്ട്, എന്നാലും മണ്ണ് നമുക്ക് ഇട്ട് കൊടുത്ത് ഉയർത്തിയെടുത്തായിരുന്നു. നമ്മളൊരു മല പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ ഊട്ടിയിലും നമ്മുടെ മൂന്നാറിലും കാണുന്ന ഒരു മുട്ടക്കൊന്ന് പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. മണ്ണ് പോരാ, കുറച്ചും കൂടെ മണ്ണ് വേണം. ഞാൻ കുറച്ചുകൂടെ മണ്ണ് എടുക്കട്ടെ. മണ്ണിലുള്ള ചവറും വേരും ഒക്കെ നമുക്ക് അങ്ങനെ കളയാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കള പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം എടുത്ത് കളയണം. ഏകദേശം ഈ ചിരട്ട ഒന്ന് പൊക്കി, വേര് അതിലുണ്ട്, വേര് വിട്ടു പോയിട്ടില്ല ഇതുവരെ. പൊക്കി ഷേപ്പിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം. കുറച്ച് കുഴഞ്ഞ മണ്ണ് വേണം കേട്ടോ. കുഴഞ്ഞ മണ്ണാകുമ്പം ഇത് നമുക്ക് വിചാരിച്ച ഷേപ്പിന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇത്രത്തോളം ഞാൻ റെഡിയാക്കി എടുത്തതാണ്. ഏകദേശം ഒരു മലയുടെ ഷേപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്രത്തോളം റെഡിയാവുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് 2 ബിൽഡിംഗ് ഒക്കെ കാണിക്കണം. ഒരു മലയുടെ മുകളിൽ ബിൽഡിങ്ങും അതിൻ്റെ സൈഡിലോട്ടൊരു വഴിയും കുറച്ച് കുന്നും. നോക്കാം നമുക്ക് എത്രത്തോളം ശരിയാവുമെന്ന്. അപ്പോൾ ഇതിനകത്ത് 2 ബിൽഡിങ് വെക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് 2 തടി കഷ്ണം ഉണ്ട്. ആ തടി കഷ്ണം എടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഇതാണ് ഈ 2 തടി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അതിൻ്റെ പണി. അപ്പോൾ ഈ തടി കഷ്ണങ്ങൾ ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് കളർഫുള്ളാക്കി എടുക്കാം നമുക്ക്. കളർഫുള്ളാക്കുന്നതിന് ഓരോന്നിനും 2 തടി കഷ്ണങ്ങൾക്ക് ഓരോ കളർ കൊടുക്കാം. ആദ്യത്തെ തടി കഷ്ണത്തിന് ഞാൻ മഞ്ഞയാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത തടി കഷ്ണത്തിന് ഇതുപോലെ നമുക്ക് ഡാർക്ക് ബ്ലൂവും കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് ജനലുകളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാൻ പെൻസിൽ വെച്ച് വരച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ബിൽഡിങ്ങൊക്കെ ഒരു
കാർഡ്ബോർഡ് വെച്ചൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ 2 തടി കഷ്ണങ്ങളിലങ്ങ് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്കൊരു മിനിയേച്ചർ മോഡൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് 2 തടി സ്ക്വയർ ആകൃതിയിലുള്ള 2 തടി കഷ്ണങ്ങളെടുത്ത് അതിനകത്ത് ഇതേപോലെ അങ്ങ് പെയിൻറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. വേണമെങ്കിൽ നമുക്ക് ഓടിട്ട ബിൽഡിങ് വേണമെങ്കിലും ചെയ്തെടുക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ അതിന് മെനക്കെടാൻ നിന്നില്ല. ഞാൻ പെട്ടെന്നുള്ള ഒരു ഇതിന് വേണ്ടി ഞാൻ ഈ 2 ബിൽഡിങ് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാമെന്ന് കരുതി. ബിൽഡിങ്ങിൻ്റെ ജനലുകളൊക്കെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കോൺക്രീറ്റ്, അതായത് അടിത്തറയല്ല, ബേസ്മെൻറ്റ്, അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ പാറയുടെ ആകൃതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ദൂരെ നോക്കുമ്പോൾ 2 ബിൽഡിങ് നിൽക്കുന്ന പോലെ തോന്നും. ഇതേപോലെ ബ്രഷ് കൊണ്ട് തന്നെ ഞാൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ 2 ബിൽഡിങ്ങുകളും ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 2 ബിൽഡിങ്ങുകൾ. എല്ലാവർക്കും ബിൽഡിങ്ങുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കിത് അടുത്ത പണിയിലേക്ക് കിടക്കാം. ബിൽഡിങ് നമുക്ക് ഈ മലയുടെ മേളിലൊന്ന് ഉറപ്പിക്കണം കേട്ടോ. നമുക്ക് മലയുടെ മേളിൽ ഒരു നിൽക്കുന്നതായിട്ട് കാണിക്കാം. ഏകദേശം കുറച്ച് താക്കണം, ബിൽഡിങ് അവിടെ ഉറച്ച് നിൽക്കും. ഒരു ബിൽഡിങ് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ. ലെവൽ ചെരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ബിൽഡിങ് നമുക്ക് പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഗ്ലാസ് എടുത്ത് ഇവിടെയൊക്കെ വെച്ച് പിടിക്കും. കുറ്റിക്കാടൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതി പോലെ കാത്തു വെച്ചാൽ ഇതൊക്കെ അവിടെ കിളിർത്തോളും. നമുക്കതിനകത്ത് കുറച്ച് മലയൊക്കെ ഒന്നുകൂടെ സെറ്റാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് പായലെടുക്കാൻ പോകാം കേട്ടോ. നമ്മുടെ ഈ മതിലിനകത്തൊക്കെ പറ്റിയിരിക്കുന്ന പായലുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് പോയി എടുത്തിട്ട് വരാം. നമുക്കിനി ഈ ഒരു വഴിക്കകത്ത് കുറച്ച് മണലൊക്കെ ഇട്ട് കൊടുക്കാം. മണല് നമുക്ക് ഈ വഴിയിലിട്ട് കല്ലൊക്കെ നമുക്ക് കൊടുക്കാം.
ചെറിയ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഈ ചട്ടിക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം കേട്ടോ. ചട്ടിക്ക് പെയിന്റ് ചെയ്തിട്ടില്ല, ചട്ടിക്ക് കൂടെ ഒന്ന് പെയിന്റ് ചെയ്യാം. കുറച്ച് സ്ലീക്ക് നമ്മുടെ പോളിഷ്, ഫുഡ് പോളിഷ് നമുക്ക് ചിരട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ലൈറ്റിങ് കിട്ടും. കല്ലിനൊക്കെ നമുക്ക് കുറച്ച് നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം സെറ്റായില്ലേ. നമ്മുടെ ചട്ടിക്കുള്ളിലെ ഊട്ടി റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തെല്ലാം സെറ്റിങ്സ് വേണം ചെയ്യാം. ബിൽഡിങ്ങിന് പകരം വേറെ ഓടിട്ട ബിൽഡിംഗ് ആക്കാം. എന്ത് വേണമെങ്കിലും മാറ്റങ്ങളൊക്കെ നടക്കാം. ചെറിയൊരു പരീക്ഷണം അപ്പം നമ്മളൊന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ മാത്രം പോരാ, ബെൽ ബട്ടണും കൂടി അമർത്തണം. എങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.